യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ ആരാണ് ഇതൊക്കെ അന്വേഷിക്കാൻ എന്നുള്ളതാണ്. നാട്ടിൽ നടക്കുന്ന മറ്റെല്ലാ വിഷയങ്ങളിലും പ്രതിപക്ഷ നേതാവിന് മറുപടിയുണ്ട്. പക്ഷേ അവരുടെ എന്തെങ്കിലും പ്രശ്നം ചോദിക്കുന്നവരോട് ഈ നിലയിലുള്ള തട്ടിക്കറലാണ്. നിങ്ങൾ ആരാണ് അത് ചോദിക്കാനെന്നോ? ആരോടാണ്? മാധ്യമങ്ങളോടാണ്. അസിത, നമ്മളിത് സഹിക്കേണ്ടി വരുന്നത് ഏറിയാൽ 2-3 മാസമായിരിക്കാം. അല്ലെങ്കിൽ ഒരു പപ്പറ്റ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയുടെ ഒരു പാവ എന്നുള്ള രീതിയിൽ, ഒരു കളിപ്പാവ എന്നുള്ള രീതിയിൽ ഒരു മുഖമായിട്ട് അദ്ദേഹത്തെ നിലനിർത്തും. കാരണം അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ജനങ്ങൾക്കിടയിലുള്ള അവമതിപ്പിനെ ഭയന്ന് ഒരു തരത്തിലുമുള്ള പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നു, എന്നാൽ പവർ ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യത്തിൽ ഇരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഏകദേശം 1-2 മാസങ്ങളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിൽ അദ്ദേഹത്തിന് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഡിസിപ്ലിന് വേണ്ടിയും പാർട്ടിയിൽ അദ്ദേഹത്തിന് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത തീരുമാനങ്ങൾക്ക് വേണ്ടിയുമൊക്കെ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറുന്നത്. അദ്ദേഹം ചില പ്രയോഗം നടത്തുന്നത് പോലും നിങ്ങൾ എന്തിനാ എൻ്റെ നെഞ്ചത്ത് കയറുന്നത്? അദ്ദേഹത്തിന് നമ്മൾ പറയില്ലേ, ലക്കും ലഗാനും ഇല്ലാതെയായി തീർന്ന ഒരു മനുഷ്യൻ്റെ എല്ലാ ഭാവചേഷ്ടകളുമാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഇന്നർ പൊളിറ്റിക്സിൽ നിന്ന് ഉണ്ടാകുന്ന അതിൻ്റെ പവർ ഇക്വേഷൻസിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ ഊഹിച്ചെടുക്കണം. കാരണം കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം അലങ്കരിക്കുക, അതായിരിക്കണം വാക്ക്. ആ സ്ഥാനം അലങ്കരിക്കാൻ മാത്രം അടുത്ത 6 മാസം വിധിക്കപ്പെടുകയും ആ ആലങ്കാരിക പദവിക്കപ്പുറം ആ പാർട്ടിയെ നിയമസഭയിൽ നയിക്കുന്ന രീതിക്കോ ആ പാർട്ടിയെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ തുറന്നു കാണിക്കുന്നതിനോ അദ്ദേഹം അശക്തനുമാണ്. അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് നിന്ന് പിന്തുണയുമില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഗതികേട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ മാറ്റിയാൽ അത് സാധാരണ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള തെറ്റിദ്ധാരണ, അത് കോൺഗ്രസിൻ്റെ സാധ്യതകൾ എന്നേക്കുമായി അടയ്ക്കും എന്നുള്ളത് അവർ റീഡ് ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ സാധ്യതകൾ എന്നേക്കുമായി അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് റീഡ് ചെയ്യാൻ പറ്റാതെ പോവുകയും ആ അടഞ്ഞു കഴിഞ്ഞതിനെ തുറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനും പകരം ഇനിയും കുഴപ്പങ്ങളിലേക്ക് പോയാൽ അടഞ്ഞു പോകും എന്നും ഇപ്പോൾ തുറന്നിരിക്കുകയാണ് എന്നുമുള്ള ആ ഒരു തെറ്റിദ്ധാരണയെ വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് പൊളിറ്റിക്സ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അവർക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പയറ്റാനുള്ളതാണ്. അടിയും തടയും എന്ന് പറയുന്ന പോലെ അടവുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഈ നാടിനെ മുന്നിലേക്ക് അവതരിപ്പിക്കാനുള്ള ബദൽ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടു എവിടെയോ ഒരു പ്രഹസനം പോലെ വിദ്യാഭ്യാസ കോൺക്ലേവ്, അതുപോലെ ഹെൽത്ത് കോൺക്ലേവ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ 3 ഭാഗങ്ങളിലായി എന്തൊക്കെയോ കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നു. ഇപ്പം മിണ്ടാട്ടം ഇല്ല. ആ കോൺക്ലേവ് നടത്തിയതിൻ്റെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. ആരെയൊക്കെ ബോധിപ്പിക്കാൻ, ആരിൽ നിന്നൊക്കെ ഒളിച്ചോടാനാണ് അവരിതൊക്കെ ചെയ്തത് എന്നുള്ളതോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോ അവർക്കൊരു ഉത്തരവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അവർ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ മതത്തിൻ്റെ പേരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ധ്രുവീകരണത്തെ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. അത് തടയുന്ന സെക്യുലർ പാർട്ടികളാണ് UDFിലെ അംഗങ്ങൾ എന്നായിരുന്നു നമ്മൾ ധരിച്ചു വെച്ചിരുന്നത്. നേരെ മറിച്ച് എന്ത് വിധേനയും അത് വിളിച്ചു വരുത്തുകയും ആ വിളിച്ചു വരുത്തുന്നതിൻ്റെ അപകടം കേരള പൊതുസമൂഹം തിരിച്ചറിയുന്നതിന് മുന്നേ തന്നെ ഇടതുപക്ഷത്തിൻ്റെ മേൽ പലതും പറഞ്ഞ് പഴിചാരിക്കൊണ്ട് ഒരുപക്ഷെ ന്യൂനപക്ഷ ഏകീകരണം സംഭവിപ്പിക്കാൻ, മുസ്ലിം പ്രീണനത്തിൻ്റെതായിട്ടുള്ള മതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള സാധ്യതകളിലേക്ക് തുറന്ന ചർച്ചകൾ ഏറ്റെടുക്കാനൊക്കെയാണ് കോൺഗ്രസ് UDFും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അപകടം കേരളം കൂടുതലായി ചർച്ച ചെയ്യുന്നുണ്ട്. കേരളം ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കാൻ പോവുകയാണ്. RSS എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഉണ്ടായതിൻ്റെ 100ാമത്തെ വാർഷികമാണ് നാളെ. ഗാന്ധി ജയന്തി ദിനത്തിൽ വിജയദശമി ദിവസം RSS നാട്ടിൽ കൊണ്ടാടാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ ഇവിടെ വെറുതെ സൂചിപ്പിക്കുകയാണ്. അതിന് കാക്കി നിക്കറും ഇട്ടിട്ട് പദസഞ്ചലനം നടത്താൻ വേണ്ടി തയ്യാറായി നിന്ന മനുഷ്യൻ 4-5 കൊല്ലം മുന്നേ ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് കാക്കി ഊരി വാങ്ങിപ്പിച്ച ഒരാളാണ്, പോലീസിൻ്റെ കാക്കി. ആ ജേക്കബ് തോമസ് നാളെ RSSകാരനായി കേരളത്തിലെ ഏതോ ഒരു പ്രദേശത്ത് പദസഞ്ചലനം നടത്താൻ കുറുവടിയും എടുത്ത് കാക്കി നിക്കറുമിട്ട് വെള്ള ഷർട്ടുമിട്ട് ഇറങ്ങുകയാണെന്ന് പറയുമ്പോൾ വേണം എങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ DGP ആവാൻ സാധ്യതയുള്ള ആ ഒരു മനുഷ്യനെ അന്ന് കൃത്യമായ സർവീസ് ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും പിൻബലത്തിൽ അതിൽ നിന്ന് തടഞ്ഞു നിർത്തിയത് എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്ത ബോധം അന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ മലയാളിക്ക് നമ്മൾ വീണ്ടും കൊടുക്കേണ്ടത്. UDF ആയിരുന്നു എങ്കിൽ UDFിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ MLA മാരും MP മാരും
ഒരു മടിയും മറയുമില്ലാതെ പ്രത്യക്ഷത്തിൽ RSS ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. UDF പ്രോത്സാഹിപ്പിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളും ഔദ്യോഗിക പദവികളും എക്സിക്യൂട്ടീവ് എന്നുള്ളതിൻ്റെ രീതിയിലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ സുപ്പീരിയർ പദവികളിൽ ഇരുന്ന പലരും തന്നെ ആ രീതിയിലേക്ക് മാറുന്ന കാഴ്ചയും കണ്ടു. കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലറാക്കി വെച്ച KS രാധാകൃഷ്ണൻ ഇന്ന് തികഞ്ഞൊരു സംഖ്യയാണ്. ബേസിക്കലി കോൺഗ്രസിന് അവർക്കിടയിലുള്ള സംഘബോധത്തിൽ പ്രവർത്തിക്കുന്ന വർഗീയ താല്പര്യങ്ങളെ മുൻനിർത്തി കാര്യങ്ങളെ കാണുന്ന ആളുകളുടെ ഒരു തരത്തിലുമുള്ള ഒരു കണക്കെടുപ്പ് പോലും അവർക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. പാർട്ടിക്കകത്ത് എല്ലാവരും കോൺഗ്രസ് എന്ന് പറയുന്നു, ആ പറയപ്പെടുന്ന കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനും അപ്പുറം ഇതിൽ എന്താകണം കോൺഗ്രസ് എന്നോ കേരളത്തിലെ കോൺഗ്രസിന് വേണ്ട തിരുത്തൽ എന്താണ് എന്നോ അതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടുന്ന മെസ്സേജ് എന്താണെന്നോ ഒരു തിട്ടവുമില്ലാത്ത ഒരു കൂട്ടം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഇതൊരു പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.